റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. തുടർച്ചയായി റിപ്പോർട്ടർ ഇടുക്കി പണിക്കൻകുടി കൊമ്പടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർ വെന്ത് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ടർ വാർത്തകൾ നൽകിയിരുന്നു. ആ വാർത്തകൾ ഇപ്പോൾ ഫലം കാണുകയാണ്. കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. വെള്ളത്തുവൽ പോലീസ് ഉടൻ ഫയലുകൾ കൈമാറും. കൊമ്പടിഞ്ഞാൽ സ്വദേശി ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഈ കേസ് ഇഴഞ്ഞു നീങ്ങുകയും പിന്നീട് നിലച്ച മട്ടിലാവുകയുമായിരുന്നു. അതിനിടയിൽ ഈ ബന്ധുക്കൾ നൽകിയ തുടർച്ചയായിട്ടുള്ള പരാതി നമ്മൾ തുടർച്ചയായി റിപ്പോർട്ടിങ്ങിന് വിധേയമാക്കി. ഇപ്പോൾ ഇതാ അതിലൊരു അനക്കം വന്നിരിക്കുന്നു. കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്, അല്ലേ? ഡോക്ടർ അരുൺ, കഴിഞ്ഞ മെയ് 9-ാം തീയതി ആയിരുന്നു പണിക്കൻകുടിക്ക് സമീപം കൊമ്പടിഞ്ഞാലിൽ ഒരു വീട്ടിലെ 4 പേർ വെന്ത് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വീടിന് തീപിടിച്ചാണ് മരിച്ചത്. പക്ഷേ ഇപ്പോൾ 9 മാസം കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ഈ വീടിന് തീപിടിച്ചതെന്നും എന്താണ് ഇവർ മരിക്കാൻ കാരണമായതെന്നതും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അതിനെതിരെ നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകി. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. 2 ദിവസം മുമ്പ് കൊന്നത്തടി പഞ്ചായത്തിൽ ഹർത്താൽ വരെ ആചരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്തകൾ നമ്മൾ കൃത്യമായി തന്നെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ അന്വേഷണം പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. മിനിങ്ങാന്നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ കേസ് അന്വേഷണം നടത്തുക. വെള്ളത്തുവൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഉടൻ തന്നെ മുഴുവൻ ഫയലുകളും ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലൂടെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇതിലെടുത്തു പറയേണ്ട കാര്യം, അന്വേഷണ ചരിത്രത്തിൽ ആദ്യമായിട്ട് ISRO വരെ പോലീസ് ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ തീപിടുത്തമുണ്ടായ ദിവസത്തെ ദൃശ്യങ്ങൾ തേടിയായിരുന്നു ISROയ്ക്ക് കത്തയക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ടുകൾ, ആ ദൃശ്യങ്ങൾ ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. ലഭ്യമാകുന്ന മുറയ്ക്ക് ആ ഫയലുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും. എന്താണെങ്കിലും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഈ കേസിൽ കൃത്യമായ ഒരു വിവരങ്ങൾ, എന്താണ് തീപിടിക്കാനുണ്ടായ കാരണം എന്നതിൽ ഒരു കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ എടുത്തു പറയുന്ന കാര്യം, ഈ 4 പേരുടെയും മരണം കൊലപാതകമാണെന്ന ഒരു ഉറപ്പിലാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിലൊരു കൃത്യമായ അന്വേഷണം നടത്തിയാൽ കൊലപാതകമാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ ഈ തീപിടുത്തം ഉണ്ടായതെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും നമ്മളും ഉള്ളത്. അരുൺ, താങ്ക് യു. രാഹുലാണ് തുടർച്ചയായിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതിനൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു.